വൂജോന്റെ മുത്തശ്ശി എല്ലാ വർഷവും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടീമുമായിട്ട് ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെയിരിക്കെ ഈ ഒരു വർഷം അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ടീമിനെയാണ്. സോ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോയിട്ട് മുത്തശ്ശിയോടൊപ്പം ഫുഡൊക്കെ കഴിക്കാമെന്ന് ഓയും ടീമിനെ അറിയിക്കുകയാണ്. അങ്ങനെയിരിക്കെ വൂജുവും ഇതേ കാര്യം മെറിയനെയും അറിയിക്കുന്നു. അതായത് അവരുടെ ഒരു ടീമിനെ മാത്രമായിരുന്നില്ല, ടീമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് കമ്പനിയിലെ ആൾക്കാരെ കൂടി അവർ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. സോ ഇപ്പോൾ മെറിയനും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള കാര്യമെല്ലാം തന്നെ വൂജു പറയുമ്പോഴത്തേക്കും നീ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട, നിന്റെ ഡിസൈൻസ് ഒക്കെ മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മുത്തശ്ശി നിന്നെ സ്നേഹത്തോടെ തന്നെയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അവനും പറയുകയാണ്. കൂടാതെ അവനും അവളെ ഹഗ് ചെയ്യുന്നു. മെറിയുടെ എക്സ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. പക്ഷെ അവൻ നേരിട്ട് വീട്ടിലേക്ക് പോകാതെ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് വൂജുവിനെതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്കാനായിട്ടായിരുന്നു. പക്ഷെ കമ്പനിക്ക് അകത്ത് കയറിയിട്ടുണ്ടായിരുന്ന അവനെ സെക്യൂരിറ്റീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് പുറത്താക്കുന്നു. അങ്ങനെയിരിക്കെ അവനും പാർക്കിംഗ് ഏരിയ വഴി അകത്തേക്ക് കടക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തായിരുന്നു വൂജുവിന്റെ ടീമിലുള്ള ആൾക്കാർ സംസാരിക്കുന്നതെല്ലാം തന്നെ അവനും കേൾക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ടീം ലീഡ് വൂജു ആണല്ലോ, പക്ഷെ ഇതിനു മുമ്പിലത്തെ ടീം ലീഡ് ആകട്ടെ ഉങ്സു ആയിരുന്നു. ഉങ്സു എപ്പോഴും വൂജുവിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ടായിരിക്കും പ്ലാൻ ചെയ്യുക. ഇത്രത്തോളം ദേഷ്യമൊക്കെ വരുവാനായിട്ട് ഉങ്സുവിന് വൂജുവിനെ എങ്ങനെയാണ് പരിചയമെന്നെല്ലാം തന്നെ ചായും ഇപ്പോൾ ഓയുടെ അടുത്തായിട്ട് ചോദിക്കുമ്പോഴത്തേക്കുമാണ് അവർ കസിൻസ് ആണെന്നുള്ള കാര്യം ഓയും അറിയിക്കുന്നത്. അതായത് നിലവിൽ നമ്മുടെ കമ്പനിയൊക്കെ നോക്കി നടത്തുന്ന ആ ഒരു മുത്തശ്ശിയുടെ രണ്ട് കൊച്ചുമക്കളാണ് ഇവർ രണ്ടുപേരും. അതില് മകന്റെ മകനായിട്ടുള്ളത് വൂജുവും മകളുടെ മകനായിട്ടുള്ളത് ഉങ്സുമാണെന്ന് മാത്രമേ ഉള്ളൂ. അവരിൽ ആരായിരിക്കും അടുത്തതായിട്ട് കമ്പനി ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് പോകുന്നതെന്നുള്ള ആ ഒരു ഫൈറ്റ് ഒക്കെയാണ് അവർക്കിടയിൽ നടക്കുന്നതെന്ന് ഓ പറയുമ്പോഴത്തേക്കും ശരിക്കും എക്സ് ആകെ ഞെട്ടിപ്പോവുകയാണ്. വൂജുവിനെതിരായിട്ട് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് കമ്പനിയിൽ നിന്നും പുറത്താക്കാമെന്നായിരുന്നു എക്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വൂജുവിന്റെ കമ്പനിയാണ് അതേന്ന് മനസ്സിലാക്കിയിട്ട് ആകെ നിരാശനായി ഇപ്പോൾ പാട്ടൊക്കെ പാടി കരഞ്ഞോടൊക്കെ ഇരിക്കുകയാണ് അവനും. ഇപ്പോൾ മാർക്കറ്റിംഗ് ടീമും അതുപോലെ തന്നെ മെറിയും മെറിയുടെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് മുത്തശ്ശിയുടെ വീട്ടിലും എത്തുന്നു. അങ്ങനെ ഇരിക്കെ വൂജുവിനെ കണ്ടില്ലല്ലോ എന്ന് മെറിയുടെ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കുമാണ് വൂജു ഇവിടുത്തെ മുത്തശ്ശിയുടെ കൊച്ചുമോനാണെന്നുള്ള സത്യം എല്ലാം തന്നെ അവളെയും അവർ അറിയിക്കുന്നത്. ഇപ്പോൾ അവർ വീടിന്റെ അകത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവരെ കാണുവാനായിട്ട് മുത്തശ്ശിയും വൂജുവും കൂടി എത്തുന്നു. മെറിയുടെ ഡിസൈൻസ് എല്ലാം തന്നെ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻസ് ഒക്കെ കാരണം തന്നെ കൂടുതൽ സെയിൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുത്തശ്ശിയും അവളെ പുകഴ്ത്തുകയാണ്. അതിനുശേഷം അവർ ഒന്നിച്ച് ഫുഡ് കഴിക്കുവാനായിട്ടും ഇരിക്കുന്നു. എല്ലാ വർഷവും ഒരു ഹോളിഡേയുടെ അന്ന് സ്ഥിരമായിട്ട് നമ്മുടെ കമ്പനിയിലെ ആൾക്കാർ ഒരു ഓർഫനേജിൽ പോകാറുണ്ട്. അവിടുത്തെ കുട്ടികൾക്കായിട്ട് 1000-ഓളം ഡംപ്ലിങ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ നമ്മൾ സ്വന്തമായിട്ട് വേണം ഉണ്ടാക്കുവാൻ. 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ആ ഒരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് അധികം ഡംപ്ലിങ്സ് ഒന്നും തന്നെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള ഡംപ്ലിങ്സ് എല്ലാം തന്നെ കടയിൽ നിന്നും മേടിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് ചെറുവുമ്മൺ അവിടെ എത്തിക്കും എന്നെ കൈയോടെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷം ഞാനും ചെറുവുമ്മണും കൂടി ചേർന്നിട്ടായിരുന്നു 1000-ഓളം ഡംപ്ലിങ്സ് ഒക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ ഇപ്പോൾ ഓയും പറയുകയാണ്. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും സത്യസന്ധത പാലിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ അടുത്താണെങ്കിൽ പോലും നമ്മൾ കള്ളം പറയുവാനായിട്ട് പാടില്ല. നമ്മൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് കടയിൽ നിന്നും മേടിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. ഒരിക്കലും നമ്മൾ കള്ളം പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും കള്ളം പറയുവാനായിട്ട് വളരെയധികം ഈസി ആയിരിക്കും. ഒരിക്കൽ ചീറ്റർ ആയിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ക്രിമിനൽ ആകുവാനായിട്ട് അധികം താമസം ഉണ്ടാവുകയില്ല എന്നെല്ലാം തന്നെ മുത്തശ്ശി പറയുമ്പോഴത്തേക്കും അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന മറിയും ശരിക്കും ഫുഡൊന്നും കഴിക്കാൻ സാധിക്കാതെ ഒരു കുറ്റബോധത്തിലൊക്കെ ഇരിക്കുന്നു. സ്വന്തം ആവശ്യങ്ങളൊക്കെ നടത്തുവാനായിട്ട് കള്ളമൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ യാതൊരു വിധത്തിലുള്ള ബന്ധവും പുലർത്തുന്നതായിരിക്കുകയില്ല എന്നെല്ലാം തന്നെ മുത്തശ്ശിയും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ എല്ലാവരും തിരിച്ചു പോകുവാനായിട്ട് നിൽക്കുന്നു. വൂജുവിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വൂജുവിനും പോകണമെന്ന് പറഞ്ഞ് അവൻ നിൽക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് ചിൻകുങ് എത്തിയിട്ടുണ്ടായിരുന്നത്. ചിൻകുങ്ങിനെ കണ്ട ഉടനെ തന്നെ മുത്തശ്ശിയും അവളെ വളരെ നല്ല രീതിക്കൊക്കെ ട്രീറ്റ് ചെയ്യുവാനായിട്ട് നോക്കുകയാണ്. അവൾ ഫുഡ് കഴിച്ചില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവൾക്കായിട്ട് ഫുഡൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് മുത്തശ്ശി വളരെ സ്നേഹത്തോടെ അവളെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ വൂജു ഒഴികെ ബാക്കി എല്ലാവരും കൂടി ഒന്നിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വൂജു ചെയർവുമന്റെ കൊച്ചുമോനാണെന്നുള്ള കാര്യം തനിക്ക് അറിയിക്കുകയില്ലായിരുന്നു എന്നെല്ലാം തന്നെ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും മെറിയോട് ഓയും മെറിക്ക് ഈ ഒരു കാര്യമൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. മെറിയും താൻ കുറച്ചു നാൾ മുമ്പായിരുന്നു അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ അടുത്തതായിട്ട് കമ്പനിക്ക് ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് പോകുന്നതും വൂജു ആയിരിക്കുമെന്ന രീതിക്കാണ് ഓ സംസാരിക്കുന്നത്. സോ ഇപ്പോൾ ചായും നമ്മൾ ആ പോരുന്ന സമയത്ത് ഒരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അവളുമായിട്ടാണോ വൂജു വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നതെന്നുള്ളൊരു ചോദ്യമൊക്കെ അവരോടും ചോദിക്കുന്നു.
ഹോസ്പിറ്റൽ ഡയറക്ടറിന്റെ മോളെ വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്നുള്ള രീതിക്ക് ചെറുമോളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹോസ്പിറ്റൽ ഡയറക്ടറിന്റെ മകളാണ് അവൾ. കൂടാതെ അവളും ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള വിവാഹമൊക്കെ നടക്കുവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ടെന്നുള്ള രീതിക്ക് ഇപ്പോൾ ഹാനും സംസാരിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മെറി ആകെ നിരാശയാകുന്നു. അങ്ങനെയിരിക്കെ ഇപ്പോൾ മുത്തശ്ശീനെ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ജിൻഗുങ് ഇരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയും അവളുടെ അടുത്തായിട്ട് അവളുടെയും വൂജിന്റെയും വിവാഹമൊക്കെ കണ്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുന്നു. പക്ഷെ ഇപ്പോൾ ജിൻഗുങ്ങും ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷം എനിക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വൂജിന്റെ അടുത്തുണ്ടായിരുന്നത് ഒരു ബോയ് ഫ്രണ്ട് എന്ന രീതിക്കുള്ള സ്നേഹമായിരുന്നില്ല, മറിച്ച് ഒരു ബ്രദർ എന്ന രീതിക്കുള്ള സ്നേഹമായിരുന്നു. സോ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുവാനായിട്ടാണ് തനിക്കും ആഗ്രഹമെന്നെല്ലാം തന്നെ അവളും പറയുന്നത്. ഇപ്പോൾ എക്സും ഒരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലാകട്ടെ ബ്യൂട്ടി പാലസിനെ കുറിച്ചായിരുന്നു പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ വീടുകൾക്കൊക്കെ തന്നെ വില കൂടിയെന്നും കൂടാതെ അതിലെ ഒരു വീട് ലക്കി ഡ്രോ വഴി ഒരു ഭാര്യയ്ക്കും ഭർത്താവിനുമായിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്നെല്ലാം തന്നെ അയാളും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടേക്ക് എക്സിന്റെ അമ്മ വന്നതിന് ശേഷം എക്സിന് ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അവന് ജോലി പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു പണമൊക്കെ തിരിച്ചു മേടിക്കണമെന്നുമൊക്കെയാണ് അവനോട് പറയുന്നത്. അവനും വലിയ താല്പര്യമില്ലെങ്കിൽ പോലും അതിന്റെ പിന്നാലേക്ക് പോകുന്നു. എക്സിന്റെ അനിയത്തിയാകട്ടെ അവനെ ശല്യം ചെയ്യുവാനായിട്ടൊന്നും അവ പോകണ്ട. നിലവില് അവനെ ജെന്നി ഉപേക്ഷിച്ചിരിക്കുകയാണ്. കൂടാതെ മെറിക്ക് പുതിയൊരു ബോയ് ഫ്രണ്ടിനെയും കിട്ടി. മെറി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കൽ പോലും ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ചേട്ടനും ആകെ വിഷമത്തിലാണെന്നൊക്കെയുള്ള രീതിക്കായിരുന്നു അവൾ സംസാരിച്ചത്. കൂടാതെ ഇപ്പോൾ അമ്മയും അന്നല്ലെങ്കിൽ തന്നെ അവൾ നമ്മുടെ വീട്ടിലൊക്കെ വന്ന സമയത്ത് എന്ത് കോൺഫിഡന്റ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു അവൾക്ക് വേറെ ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിക്കാണുമെന്ന്. അല്ലെങ്കിൽ ഒരിക്കലും അവൾ നമ്മുടെ അടുത്ത് എത്രത്തോളം ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മെറീനെ കുറ്റപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. എന്തായാലും ചേട്ടന്റെ ലവ് ഒന്നും സക്സസ് ആകാത്തത് കൊണ്ട് തന്നെ ഇനി ഞാൻ ആരെങ്കിലും പ്രേമിക്കുവാനായിട്ട് കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളും പോകുന്നു. ഇപ്പോൾ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇൻഷുറൻസിലെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരും അത്യാവശ്യം പണമൊക്കെ നൽകാമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. സോ അവനും അത്രത്തോളം പണമൊക്കെ കിട്ടുമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് നേരത്തെ മെറിയും അവനെ കൊണ്ടൊരു ഇൻഷുറൻസ് ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവൻ ഓർക്കുന്നത്. സോ അവരെയും ഇപ്പോൾ അവൻ കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നു. പക്ഷെ അപ്പോഴായിരുന്നു അതിലുണ്ടായിരുന്നത് മെറിയുടെ ഡീറ്റെയിൽസ് ആണെന്നുള്ള കാര്യം എല്ലാം തന്നെ അവനും മനസ്സിലാക്കുന്നത്. സോ അവനും ഒരു വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു. അതായത് മെറി ശരിക്കും അവളുടെ ഇൻഷുറൻസ് എടുക്കുവാനായിട്ടൊക്കെ പോയ സമയത്ത് അവന് വേണ്ടി കൂടി ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവന് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ പണമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നത് മെറിയാണ്. സോ എന്നാണോ അവന് ജോലി കിട്ടുന്നത് അപ്പോൾ മുതൽ അവന് പണം അടയ്ക്കുവാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ അവളുടെ പേരൊക്കെ മാറ്റിയിട്ട് ബെനിഫിഷ്യറി എന്ന പേരിൽ അവന്റെ പേരിട്ടാൽ മതിയെന്നായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷെ അവനും ആ ഒരു പണമൊന്നും അടയ്ക്കാത്തത് കൊണ്ടും മെറി ആയിരുന്നു പണം അടച്ചിട്ടുണ്ടായിരുന്നത് എന്ന കാരണം കൊണ്ടും അവളുടെ പേര് ഇതുവരെയായിട്ടും മാറ്റിയിട്ടില്ല. എങ്കിൽ പോലും അവള് എന്റെ പേര് വെക്കാതെ അവളുടെ പേരൊക്കെ ആയിരുന്നല്ലോ വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്തുകൊണ്ട് അവനും ഇരിക്കുന്നു. എന്തായാലും ആ ഒരു ഇൻഷുറൻസുകാരെ കൂടി കോൺടാക്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനും അവരെ വിളിക്കുന്നു. ഈ ഒരു സമയത്ത് ഞങ്ങൾ ഡിവോഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇനി ബെനിഫിഷ്യറി എന്ന സ്ഥാനത്ത് അവളുടെ പേര് ആവശ്യമില്ല എന്നും പകരമായിട്ട് എന്റെ പേര് വെച്ചാൽ മതിയെന്നുമൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു എന്ന ഡേറ്റ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെന്നും അതൊക്കെ കിട്ടുകയാണെങ്കിൽ പണം നൽകാമെന്നും ഇൻഷുറൻസുകാരും അറിയിക്കുന്നു. വൂജുവും ഇപ്പോൾ മുത്തച്ഛി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തുകൊണ്ട് മെറിക്ക് വിഷമമായി കാണുമല്ലോ എന്ന് കരുതി ഇപ്പോൾ അവളെ കാണുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വൂജു ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചുകൊണ്ട് മെറി വലിയ കാര്യത്തിന് വാതിലൊക്കെ തുറക്കുമ്പോഴത്തേക്കും ആയിരുന്നു വെളിയിലുണ്ടായിരുന്ന എക്സിനെയും അവൾ കാണുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന എക്സും കയ്യിൽ മാരേജ് സർട്ടിഫിക്കറ്റുമായിട്ട് അവളുടെ അടുത്ത് വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.